ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു ഷെർബീസ് ടൈം പാസ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖം സന്തോഷിക്കാണെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഞങ്ങൾ ഇവിടെ സുഖമായിട്ട് പോകുന്നു. ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതും പിന്നെ എന്താണ് പയറുപ്പേരി ഉണ്ടാക്കുന്നതൊക്കെ കേട്ടോ. നല്ല ബീൻസ് കൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കുന്നതൊക്കെയാണ് ഉള്ളത്. പിന്നെ നല്ലൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ട് ഒരു ഈവനിങ് സ്നാക്സ് ഗോതമ്പ് പൊടി കൊണ്ട് എങ്ങനെ നൂഡിൽസ് ഉണ്ടാക്കുന്നതൊക്കെയാണ് വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പൊ എല്ലാവരും തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ഇടാനും ഒന്നും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരും തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അതിൽ ഓൾ ഓപ്ഷനും കൂടി അനേബിൾ ചെയ്ത് വെക്കട്ടോ. അപ്പം ഞങ്ങളെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അടുത്തത് എന്താണ് വെള്ളിയാഴ്ചത്തെ ബ്ലോഗാട്ടത് പയറുപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട്. കാരണം കുട്ടിക്ക് എന്താണ് സ്കൂൾക്ക് ഇല്ലതാണ് ഉണ്ടാക്കുന്നത്, മറ്റൊന്നും വേണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പയറക്കട വേവിച്ച് വെച്ചിട്ടുണ്ട്. ആ സംസാരത്തിനിടയിൽ വേണ്ടത് കണ്ടപ്പോൾ അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ചൂടായ എണ്ണയിലേക്ക് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്, കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചീരമുളക് ഒരു 2 ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതാക്കിയിട്ട് അരിഞ്ഞത് കട്ടിയിട്ട് ഉള്ളത് അത് ആ വെളിച്ചെണ്ണയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് ഞാൻ കുറച്ച് എന്താണ് ഇതുണ്ടാക്കാൻ കേട്ടോ, ഉച്ചക്കത്തെ ഫുഡൊക്കെ ഉള്ളത്. അപ്പം ഞാൻ അവൾക്ക് പോകാനായിട്ടുണ്ട്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ബസ് നേരത്തെ വരും. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പിന് അവൾക്ക് പോകണം, ഒന്നാമത്തെ ട്രിപ്പിന് പോകണം. അപ്പോഴേക്കുള്ളത് അപ്പോൾ നേരത്തെ പോകുന്നെങ്കിൽ ലഞ്ച് ബോക്സിൽ ഇതൊക്കെ റെഡി ആക്കിയിട്ട് അവളാണ് പോകട്ടെ. പിന്നെ അടുത്തത് ജിരുമോന്റെ റൂട്ടാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പൊ നൂഡിൽസ് ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടോ. എല്ലാവരും ഉണ്ടാക്കി കണ്ടപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഞങ്ങൾ പോട്ടെ. അടുത്തത് ഞാൻ ജിതുമോനൊക്കെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് ടൈം ബ്രേക്ക്ഫാസ്റ്റ് എന്താ വെച്ചാൽ ഇന്ന് കുറച്ച് പണിയൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പരിപാടി നോക്കി. അപ്പോൾ അവിലായിരുന്നു കേട്ടോ. അവില് എന്താ അങ്ങനെ എടുക്കാൻ വിചാരിച്ചു. പിന്നെ വറുത്ത് കാണ്ടാ വിചാരിച്ചു. പിന്നെ കുട്ടിക്ക് ഞാൻ ഈ പച്ചക്ക് കഴിച്ചത് പറഞ്ഞാൽ ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അങ്ങനെ അവര് വറുത്ത് എടുക്കാണ്ടാണ് കൊടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങ ഇട്ടൊക്കെ അപ്പൊ അവര് ഭയങ്കര രസട്ടോ. അപ്പൊ അങ്ങനെ ആ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ജിതുമോന്റെ കഴിഞ്ഞപ്പോ ഒന്ന് ഡൗട്ട്. അപ്പൊ ഒന്ന് വേറെ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് വേറെ അപ്പം ദോശ ഒന്നും ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ അതിന് ഞാൻ ചോറും പയറുപ്പേരും തന്നെ കേട്ടോ സ്നാക്സ് ആയിട്ട് കൊടുക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് സ്നാക്സ് ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ അവന് മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവന്റെ എന്താണ് കാര്യങ്ങളൊക്കെ അവൻ തന്നെ ഒറ്റക്ക് ചെയ്യട്ടോ. എന്താണ് യൂണിഫോം ഒറ്റക്ക്, പിന്നെ ബെൽറ്റ് ഞാൻ അതിലെടുത്ത് കൊടുക്കുന്നതേ ഇഷ്ടമല്ല. അങ്ങനെ അവനൊക്കെ ഒറ്റക്ക് പറ്റി. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ അവന്റെ ബാഗിൽ കത്തിഞ്ഞ് ഹോംവർക്ക് ചെയ്യാറുണ്ട്. അപ്പൊ എന്താ പറഞ്ഞില്ലേ. അപ്പൊ ഞാൻ നോക്കിട്ടോ, ഞാൻ നോക്കലുണ്ട്. പക്ഷെ ഓൻ ആ ക്ഷീണത്തിൽ കടക്കുന്നതാകൊണ്ട് പെട്ടെന്ന് ഉറങ്ങുന്നത് കൊണ്ട് തന്നെ ഹോംവർക്കിന്റെ കാര്യം പിന്നെ അവരോട് പറയുന്നില്ല കേട്ടോ. അപ്പൊ ഓനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമ്പോൾ മാത്രമാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു സമയത്താണ് അവന് ഇൻട്രസ്റ്റ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. അപ്പൊ കുറച്ച് ഹോംവർക്കൊക്കെ ചെയ്യാനുണ്ട്, അതൊക്കെ കംപ്ലീറ്റ് ആക്കാൻ പറയാം കേട്ടോ. മുഴുവനായിട്ടൊന്നും കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. കുറച്ചൊക്കെ ആ ഒരു വണ്ടി വരുന്ന സമയം വരെ കുറച്ചൊക്കെ ചെയ്തിട്ട് കുറച്ചൊക്കെ നേരം വൈകിയിട്ടുണ്ട്. അങ്ങനെ ഓനത് ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ ഞാൻ പുറത്തത്തെ ഇതൊക്കെ വീടെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് എങ്ങനെയായാലും ഞാൻ വിളിച്ചാലും വണ്ടി വരാനായിരുന്നു പറഞ്ഞ് വിളിച്ചാലും അവന്റെ കാര്യങ്ങൾ ഞാൻ അവനത് ചെയ്യാനൊരു താല്പര്യം കേട്ടോ. അല്ലാത്തൊരു സമയത്ത് ഏത് പട്ടിയാലും അങ്ങനെ ഒരു ഇതില്ല. ഞാൻ പിന്നെ എന്താ വായിപ്പിക്കാൻ പറഞ്ഞാൽ പിന്നെ വായിക്കാല്ലത് വായിക്കാം. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് എന്താ, അത് ഹോംവർക്കാണ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഞാൻ വായിച്ചോളും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ സമയത്ത് അവൻ ഭയങ്കര ഇല്ല. അപ്പൊ ഞാൻ ആദ്യം വായിപ്പിച്ച് കൊടുക്കും, പിന്നെയാണ് ഹോംവർക്ക്. ചില ദിവസങ്ങളിലൊക്കെ ഉണ്ടാവും, ചില ദിവസങ്ങളിൽ ആദ്യം ഹോംവർക്കിന് ചെയ്യിപ്പിക്കും, പിന്നെ അങ്ങനെ വായിക്കാനതൊക്കെ വായിപ്പിക്കും. അങ്ങനെ കുറച്ചൊക്കെ അങ്ങനെ ഒരു അരമണിക്കൂർ അങ്ങനെ നമ്മൾ മദ്രസക്ക് പോകുമ്പോഴും ആ ടൈമിൽ അരമണിക്കൂർ കിട്ടുന്നത്, പിന്നെ അല്ലാത്ത അങ്ങനെ എന്താ വണ്ടി വരാൻ നേരത്തിൽ ഒരു അരമണിക്കൂർ കിട്ടുന്നതൊക്കെ ഉണ്ടോ. അപ്പൊ അങ്ങനെ അങ്ങനെ കുറേശ്ശെ അങ്ങനെ പഠിപ്പിക്കും. പിന്നെ അവന് കുറച്ച് കഴിഞ്ഞ പിന്നെ എനിക്ക് ക്ഷീണാണ് പറഞ്ഞത് ഇതാവും. അപ്പൊ പിന്നെ ഞാൻ പിന്നെ കൂടുതലൊന്നും നിർബന്ധിക്കാൻ പോകുന്നില്ല. പിന്നെ കുറച്ചൊക്കെ ഞാൻ സ്ലേറ്റിലൊക്കെ എഴുതി പഠിപ്പിക്കും. അങ്ങനെയൊക്കെയാണ് അവന്റെ കഥകളൊക്കെ. അപ്പൊ അവര് പോവാൻ വേണ്ടിട്ട് അവന്റെ ഹോംവർക്കും ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ എന്താ ഓട്ടോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനും. ഇന്നാണെങ്കിൽ ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ 9:30 അടിയിൽ വരും കേട്ടോ വണ്ടി. അപ്പൊ ആ ഒരു ടൈമിൽ കിട്ടിയ 20 മിനിറ്റ് ഒക്കെയാണ് അവന് എഴുതാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടുള്ളത്. അതന്നെ പൗതി എന്തെങ്കിലുമൊക്കെ കാണാതെയാവും. അല്ലെങ്കിൽ പെൻസിൽ കാണൂല, കട്ടർ കാണൂല, ഇറേസർ കാണൂല. അങ്ങനെ എനിക്ക് കുറച്ചൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോ
5 മിനിറ്റ് അങ്ങനെയൊക്കെ വേഗം അങ്ങനെ ഇതാ അങ്ങോട്ട് വീട്ടിലൊക്കെ കഴിഞ്ഞ് അതായത് അതിന്റെ വണ്ടി പോയി അവന് പോകട്ടെ ഇനി ബാക്കി കാര്യങ്ങൾ എന്താ നമുക്ക് ഇനി ഫുഡ് റെഡിയാക്കണം അതൊക്കെ റെഡിയാക്കാണ്ട് എന്താ ഞങ്ങൾക്കില്ല കേട്ടോ ഫുഡൊക്കെ അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഫുഡ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊന്നും ഇപ്പോൾ വീഡിയോയിലില്ല കേട്ടോ പിന്നെ വൈകുന്നേരത്തെ കാര്യങ്ങളാണ് ഇതൊക്കെ ഇനി ഒന്ന് വാഷ് ചെയ്യണം അതിൻ്റെ വെള്ളിയാഴ്ച അല്ലേ അപ്പം വെള്ളിയാഴ്ച ആയതുകൊണ്ട് പിന്നെ അധികം പണിയൊന്നും എടുക്കാനൊന്നും കൂടില്ല കേട്ടോ ഏതായാലും ഞാൻ അവനെ പറഞ്ഞു വെച്ചിട്ട് നമ്മൾ എന്താണ് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ വാതിലൊക്കെ അടച്ചിട്ട് നീ എന്താ പറയുക വാഷിംഗ് മെഷീനിൽ കുറച്ച് എന്താണ് വാഷിംഗ് മെഷീനിൽ വാഷ് ചെയ്യാനുള്ളതും ഉണ്ട് പിന്നെ അല്ലാതെ ഇങ്ങനെ യൂണിഫോമും കാര്യങ്ങളൊക്കെ കുറച്ച് അല്ലാതെ അലക്ക് കല്ലുമിലിട്ട് കഴുകാനുള്ളതും ഉണ്ട് കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് കഥകള് അപ്പൊ അതൊക്കെ കണ്ട് അങ്ങനെ അടക്കന്ന് വാഷ് ചെയ്യിക്കോളൂ കേട്ടോ പുറത്തെ പണികളും ഒക്കെ എടുക്കാനുണ്ട് കേട്ടോ പിന്നെ പുറത്തെ പണികളൊക്കെ ഒന്നും പിന്നെ വേണ്ട വിചാരിച്ചിട്ട് പിന്നെ എനിക്ക് വെള്ളിയാഴ്ച ആകുമ്പോൾ ഇങ്ങനെ കൂടുതൽ പണിക്കൊന്നും അലക്ക് ഇങ്ങനെ ഇഷ്ടമല്ല കേട്ടോ അപ്പൊ അത് വെച്ചാൽ നമുക്ക് പിന്നെ കുറെ ഓതാനും ഇതൊക്കെ ഉണ്ടാകുമല്ലോ പിന്നെ വെള്ളിയാഴ്ചല്ലേ അതിന് വെച്ചിട്ട് അപ്പൊ ഇത് അറബി സ്പൈസസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എന്താണ് മസാലക്ക് വേണ്ടിയുള്ളത് ഒരു കെട്ടിടാണ് കേട്ടോ നമുക്ക് എന്താ കപ്സ മസാല അങ്ങനെ മന്തി അങ്ങനെയൊക്കെയല്ലേ മജ്ബൂസ് മഹദൂർ അതിക്ക് വേണ്ടിയിട്ടുള്ള ഇത് ഉണ്ടാക്കി കേട്ടോ അപ്പൊ അതിന്റെ അതൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതവിടെ അങ്ങനെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരമായിട്ട് അപ്പൊ കുട്ടികൾക്ക് പിന്നെ പോലെ എന്താണ് സ്കൂൾ വിട്ട് വരാനായിട്ടുണ്ട് അപ്പോഴേക്കും ഞാൻ ഇത് റെഡിയാക്കട്ടെ വിചാരിച്ചിട്ടോ അപ്പൊ ജിതുമോന് നേരത്തെ 3:40 ആയപ്പോഴേക്ക് എത്തില്ല അവന് കുറച്ച് ചായയും പിന്നെ അവൻ എന്തൊക്കെ രാവിലത്തെ അവിലും ഇതൊക്കെ കൊടുത്തിട്ട് അവനെ ഉറക്കിട്ടോ അപ്പൊ ഇതാ പിന്നെ അതിന്റെ ഇടയിൽ ഇവന് ഉറങ്ങിയോ അപ്പൊ അങ്ങനെ ചായക്കില്ല വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് ഇവനാണെങ്കിൽ ഭയങ്കര കരച്ചിൽ എന്താ അറിയില്ല എന്ത് സ്വപ്നം അവന് കണ്ടതറിയില്ല സ്വപ്നം കണ്ടിട്ടോ ഈ ഫോണൊക്കെ കണ്ടുകാണ്ട് പ്രേതത്തിന്റെ സ്വപ്നം കാണുട്ടോ അപ്പൊ പിന്നെ ഭയങ്കര കരച്ചിലാവും അങ്ങനെ ഞാനിതാ ഒരു ചുടുവെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തുകാണ്ട് ഞാൻ ഉപ്പും കുറച്ച് എന്താ വെളിച്ചെണ്ണയൊക്കെ ഇട്ടുകാണ്ട് ഞാനിത് നൂലപ്പത്തിനല്ല സോറി നൂഡിൽസിനുള്ളത് മാവ് റെഡിയാക്കി വെച്ചാണ് കേട്ടോ അപ്പൊ മാവൊക്കെ നന്നാക്കി കുഴച്ച് വെച്ചെന്ന് വെച്ചാൽ ഇത് നൂലിന്റെ എന്താ നൂൽപുട്ടിന്റെ ആ ഇതില്ലേ സേവനായിന്റെ ആ ഒരു ഇത് നൂൽപുട്ടിന്റെ അതാണ് കിട്ടിയത് അപ്പൊ അതിനായിട്ട് കുറച്ച് ഹോള് വലുതായിട്ടുള്ളത് വേണം എനിക്ക് കുറെ കരഞ്ഞ് മടുത്തു നല്ല അതെനിക്ക് കിട്ടിയില്ല അപ്പൊ അതൊക്കെ അതിലേക്ക് ഇട്ടിട്ട് അപ്പൊ നീ കിട്ടിയതുകൊണ്ട് മതി വിചാരിച്ചു അപ്പൊ ഈ തിളച്ച വെള്ളത്തിൽ ഇടുക കുറച്ച് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക അപ്പൊ നേരത്തെ വെള്ളത്തിൽ തന്നെ കുറച്ച് ഉപ്പുണ്ടായതുകൊണ്ട് പാകത്തിന് മതി അപ്പൊ അതൊന്ന് നന്നാക്കി എന്നാണ്ട് പീക്കി കൊടുക്കുക എന്നിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് അങ്ങനെ ഞാൻ റെഡിയാക്കി കാണിച്ചിട്ട് ഇതായാലും കുഴപ്പമില്ല കുറച്ച് പൊടിക്ക് കുറച്ചൊരു ടൈറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഒന്നാമത് ഇവന്റെ കരച്ചിലും ഉറക്കത്തിൽ ഉറങ്ങുന്നതിലെ കരച്ചിലും എന്താ ചോദിച്ചിട്ട് അവനൊന്നും മുണ്ടൊന്നുമില്ല വിശപ്പാണ് വെച്ചപ്പോ ആന്നും പറയണ്ടെന്നാ ഇങ്ങനെ പണിക്ക് അയക്കുന്നില്ല എനിക്കാണെങ്കിൽ ഇത് ഉണ്ടാക്കും വേണം അങ്ങനെയൊക്കെയാണ് ഏതായാലും എന്റെ കരച്ചിലോട് ഞാൻ ആദ്യം കേട്ടോ ഗതിയും കിട്ടുമെന്ന് പറഞ്ഞാൽ മതി ഇവളാണെങ്കിൽ ടയേർഡായി ഒന്നും ചെയ്തിട്ടല്ലേ അപ്പൊ അതൊക്കെ നന്നാക്കി തളിച്ചിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ പാകത്തിനൊക്കെ ഉപ്പ് ചേർത്തി കൊടുത്താൽ മതി അപ്പൊ അതാ ഞാനിതൊരു ഹോളിലെ പാത്രം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് വാർത്തെടുക്കുക അപ്പൊ ഈ വെള്ളം വാർത്തിട്ട് വേണം ഞങ്ങൾക്കിത് വേവിച്ചെടുക്കാൻ അപ്പൊ ഇതിലേക്ക് എന്താണ് ഒരു ടൊമാറ്റോ പിന്നെ സവാള പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അതൊക്കെ ഇതാക്കണം അപ്പൊ ഇഞ്ചിയാണ് ആ ചതക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇഞ്ചിയും എന്താ പച്ചമുളകൊക്കെയാണ് പിന്നെ ചോന്തമുളക് ഫ്രിഡ്ജിൽ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതിന് ഉണങ്ങി ഇതാക്കാം അപ്പൊ അതാ ഞാൻ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായ ഒലീവ് ഓയിലും ചേർത്തി കൊടുത്തിട്ട് പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത സവാളയും ചേർത്തി കൊടുക്കുക പിന്നെന്താ ടൊമാറ്റോയും ചേർത്തി കൊടുത്തിട്ട് നേരത്തെ എന്താ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അതൊക്കെ ചേർത്തി കൊടുക്കണം പിന്നെ കാബേജ് അതൊക്കെയാണ് കേട്ടോ എന്ത് പച്ചക്കറികളാണ് വേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് ചേർത്തി കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമല്ലതൊക്കെ ചേർത്തി കൊടുക്കട്ടോ ഇവന്റെ കരച്ചിലോണ്ടാണെങ്കിൽ എനിക്ക് ഒന്നിനും കഴിയാത്ത രീതിയിൽ കേട്ടോ ഞാൻ ആകെ ഇങ്ങനെ എന്താണ് ദേഷ്യം അപ്പത്തെ രീതിയിൽ ഇങ്ങനെ ദേഷ്യം പിടിച്ച് ഇരിക്കാട്ടോ എന്താ പറയുക എന്തൊക്കെ സ്വപ്നം കണ്ടത് അറിയില്ല സ്വപ്നം കണ്ട അവന് പറയില്ല പ്രേതത്തിനെ കണ്ടാണെങ്കിൽ പ്രത്യേകിച്ച് തീരെ അവൻ പറയില്ല അതാണോ ചോദിച്ചു ആന്ന് പറയുന്നല്ലാതെ എന്താ വെച്ചാൽ ഫോൺ കണ്ടല്ലേ ഇതൊക്കെ ഉണ്ടാകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ നല്ല എന്തും കിട്ടും വിചാരിച്ചാണ് ഞാനും എന്താണ് വഴക്ക് പറയുന്നത് വിചാരിച്ചാണ്ട് അവനൊന്നും പറയില്ല ചോദിച്ചാൽ അങ്ങനെ തലോണ്ട് താളം കാട്ടും അപ്പൊ അങ്ങനെ അതൊക്കെ മാറ്റി എടുക്കൂട്ടോ പിന്നെ അങ്ങനെ സോപ്പിങ് കൂടെ കൈകാര്യം ചെയ്ത് ഇങ്ങനെ പിടിച്ചു നോക്കിട്ടോ അപ്പൊ അതാ വിശന്നിട്ട് വെച്ചപ്പോ ആന്നും പറഞ്ഞില്ല അപ്പൊ അതാ അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിനും ചേർത്തി കൊടുക്കാൻ ഇപ്പൊ എന്തൊക്കെ ഇതിന് കുറെ കട്ട് ചെയ്ത് മാറ്റിയോ അതൊക്കെ ചേർത്തിട്ട് കപ്സിന്റെ മസാലപ്പൊടി കേട്ടോ മാഗിന്റെ മസാല ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കപ്സിന്റെ നൂഡിൽസിന്റെ ആ മസാലപ്പൊടി ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്ത് വാങ്ങിയിട്ടല്ലേ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കില്ല അപ്പൊ കപ്സിന്റെ മസാലപ്പൊടി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഇതിലേക്ക് ചേർത്തി കൊടുക്കുക പിന്നെ കുറച്ച് കാബേജ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് കാബേജ് കട്ട് ചെയ്താണ് നന്നാക്കി കഴുകി ആവശ്യത്തിനനുസരിച്ച് ചേർത്തി കൊടുക്കുക കേട്ടോ
അങ്ങനെയൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കപ്സിന്റെ മസാല ചേർത്ത് കൊടുത്ത് വിചാരിച്ചിട്ട് ഒരു ടേസ്റ്റിന്റെ ഒരു കുറവില്ല കേട്ടോ. നമ്മൾ വാങ്ങിക്കാണ്ട് ഉണ്ടാക്കിയ പോലെ തന്നെയാണ്. നമ്മൾ നൂഡിൽസ് വാങ്ങുമല്ലോ, കടയിൽ നിന്ന് വാങ്ങി നമ്മൾ വീട്ടിലേക്ക് പച്ചക്കറികൾ ഇതാക്കിയിട്ട് ഉണ്ടാക്കില്ല, ഒരു ടേസ്റ്റിന് ഒരു വ്യത്യാസമില്ല. അപ്പൊ അത് അതിലേക്ക് ആവശ്യമായ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്തി കൊടുക്കണം. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ മസാലകൾക്ക് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കട്ടോ. മല്ലിപ്പൊടി വേണമെങ്കിൽ ചേർക്കുക, പെരുംജീരകപ്പൊടി വേണമെങ്കിൽ പാകത്തിനൊക്കെ ചേർത്തി കൊടുക്കുക, ഏലക്കായി അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചേർത്തി കൊടുക്കുക. ഞാനതൊന്നും ചേർക്കുന്നില്ല. അപ്പൊ നമ്മൾ ഇവിടെ ഉള്ളത് അപ്പൊ അത് നേരത്തെ വേവിച്ച നൂൽപുട്ട് അതൊന്ന് തിളപ്പിച്ച് വെച്ചിരുന്നില്ല. അപ്പൊ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നാക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞ നല്ല ഇത് തന്നെയാണ്. അപ്പൊ നിനക്ക് നിങ്ങൾ ഉണ്ടാക്കിയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയവരുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ കമന്റ് ചെയ്യട്ടോ. നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അനുസരിച്ച് എന്താണ് എന്നോട് പറയാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കട്ടോ. അപ്പൊ ഞാൻ നേരത്തെ തന്നെ ഉപ്പ് ചേർത്തതുകൊണ്ട് നിങ്ങളെ ഉപ്പൊക്കെ ഇതിനനുസരിച്ചില്ല കുറച്ച് മതിയോ കൂട്ടാ. അപ്പൊ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പ് ചേർത്തി കൊടുക്കുക. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. ഇനിയിപ്പോ എന്താ പറയാനുള്ളത്, ഇതിലേക്ക് ഞാൻ കുറച്ച് എന്താണ് വിനേഗറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കുക. അപ്പൊ എന്റെ അടുത്ത് എന്താണ് സോസുകൾ കയ്യിലില്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ അതൊക്കെ ചേർക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് ചേർക്കുക, പിന്നെ സോയ സോസ വേണ്ടത് അതൊക്കെ ചേർക്കട്ടോ. കയ്യിലില്ലാത്ത സോസ് നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ, ഇതിന് ചെയ്യുന്നതിനനുസരിച്ച് ചേർത്തി കൊടുക്കട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പച്ചക്കറികൾ ഏതൊക്കെ ഇഷ്ടമല്ല പച്ചക്കറികൾ ചേർത്ത് നേരത്തെ പറഞ്ഞതെന്നറിയില്ല. ഏതായാലും ക്യാരറ്റ് ബീട്രൂട്ട് എന്ത് പച്ചക്കറികൾ ബീൻസ് പയർ അങ്ങനെയൊക്കെ എല്ലാം ചേർത്ത് കൊടുക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം എന്താണ് അത് കമന്റ് ആയിട്ട് അറിയിക്കുക. പിന്നെ ആദ്യമായിട്ട് കണ്ടവരും തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക. അത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി അനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടിക്കോളൂ. അങ്ങനെ ഞാൻ നമ്മളെ മക്കൾക്ക് ഈവനിങ് സ്നാക്സ് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.